നമസ്കാരം. ഫ്ലാക്സീഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം. വളരെ പവർഫുള്ളായിട്ടുള്ള ന്യൂട്രിയൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അതുപോലെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ബോഡിയിലുള്ള ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് നമ്മളുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് കൊളസ്ട്രോൾ, പ്രഷർ അതുപോലെ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് നല്ലത് തന്നെ. കൂടാതെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനോപോസ് അടുത്ത സ്ത്രീകളിലും മെനോപോസ് ആയ സ്ത്രീകളിലുമാണ് കാര്യം. ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴത്തേന് ആ മെനോപോസ് സമയം അടുക്കുമ്പോഴത്തേന് വളരെ മൂഡ് ഡിസോർഡറും വളരെ ചേഞ്ചസാണ് നമുക്ക് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഈസ്ട്രജൻ ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു സാധനം കുടിക്കുന്നത് കൊണ്ട്. അതുപോലെ മെനോപോസ് ആയവർക്കും നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം ബാലൻസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലാക്സീഡ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാര്യം വീക്കിലി ഒരു 5 ഡേയ്സെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്ന 2 കാര്യം കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പൊഴിച്ചിൽ നിൽക്കുകയും ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റാണ്. നല്ല മോയ്സ്ചറൈസറായിട്ട് നിൽക്കുന്നതിനും നമ്മളുടെ മാർക്സൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനും ഏറ്റവും ബെസ്റ്റ് തന്നെയാണിത്. ഇത് കുടിക്കുന്നതിന് വലിയ പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. മാത്രമല്ല ഇത് ഉണ്ടാക്കുന്നതിനും വലിയ പാടില്ല. എൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. ഈ സീഡ് ഇതിനകത്ത് ഞാൻ പലരും എടുത്ത് കളയാറുണ്ട്. പക്ഷേ ഇത് കളയരുത്. അത്രയും ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ കോൺസ്റ്റിപ്പേഷനൊക്കെ കുറയ്ക്കുകയും രാവിലെ വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു സാധനം കളയില്ല. നമ്മളുടെ ബോഡിയിൽ നിന്നുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ് കാര്യം. ഇത് നല്ല ഭാഗത്ത് ചെന്നിട്ട് നല്ലൊരു ചൂല് പോലെ നല്ല ക്ലീൻ ചെയ്ത് നല്ല വയറൊക്കെ നല്ല ക്ലീൻ ചെയ്യാനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലാക്സീഡ്. ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു ടേബിൾ സ്പൂണിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ കുറച്ച് നേരം ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം അടുപ്പിൽ വെച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം ആ സോക്ക് ചെയ്ത് വെച്ച ഫ്ലാക്സീഡ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് തൂവിപ്പോകാതെ സ്ലോ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ അരി കളയാതെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം.